നമസ്കാരം. കേരളക്കരയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു ഷാരോൺ വധക്കേസ്. സ്നേഹം നടിച്ച് കാമുകനെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്നേഹവും കരുതലും കൂടുതൽ ഉണ്ടെന്ന് വരുത്തി തീർത്ത ശേഷം കഷായത്തിൽ വിഷം കലർത്തി കുടിപ്പിക്കുകയായിരുന്നു. സ്നേഹ കൂടുതൽ കൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ തന്റെ ഭാവി വധുവാകാൻ പോകുന്നവളെ സ്വപ്നം കണ്ടു നടന്ന ഗ്രീഷ്മ വിളിച്ചിടത്തേക്ക് ചെന്നു കയറിയത്. ആദ്യത്തെ തവണയൊന്നുമല്ലായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ സമാഗമം. അതുപോലെ തന്നെ മാസങ്ങളോളം ജ്യൂസ് ചലഞ്ച് നടത്തി ഷാരോണിന്റെ ജീവനെടുക്കാൻ പല പരീക്ഷണങ്ങളും ഗ്രീഷ്മ നടത്തിയതും അതിലൊന്നും ഷാരോൺ സംശയിക്കാതിരുന്നതും. എന്നിട്ടും ആ പാവത്തെ ഗ്രീഷ്മ തന്നെ ചതിച്ചു കൊല്ലുകയാണെന്ന് മനസ്സിലാക്കിയത് മരണക്കിടക്കയിൽ വെച്ച് മാത്രമായിരുന്നു. ആന്തരിക അവയവങ്ങളെല്ലാം തകരാറിലായി വേദനയിൽ പുളഞ്ഞ ആ യുവാവ് ഒടുവിൽ തന്റെ ചികിത്സിച്ച ഡോക്ടറോട് എല്ലാം തുറന്നു പറയുകയായിരുന്നു. അങ്ങനെയാണ് ഒരു പെണ്ണൊരുമ്പെട്ടാൽ കൊടും ചതിയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകത്ത് വന്നതും. എന്നിട്ട് ആ വിഷം ഉള്ളിൽ ചെന്നിട്ടും ഗ്രീഷ്മയെ ഒറ്റുകൊടുക്കാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല. ആശുപത്രിയിൽ കിടന്ന് 11 ദിവസം വേദന തിന്നിട്ടും ഇതിനെല്ലാം കാരണക്കാരിയായ ഗ്രീഷ്മയെ ഒറ്റുകൊടുത്തിരുന്നില്ല. അവസാന നിമിഷമാണ് ഷാരോൺ പിതാവിനോട് സത്യം വെളിപ്പെടുത്തിയത്. ഇതോടെയാണ് ഗ്രീഷ്മ എന്ന കൊടും കുറ്റവാളി പുറം ലോകത്തിന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നൽകാവുന്ന പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് കൂട്ടാളികളും അർഹരാണെന്ന് പ്രോസിക്യൂഷൻ തെളിവുകൾ നിരത്തി വാദിക്കുന്നത്. മാസങ്ങളോളം നടത്തിയ നീണ്ട പ്ലാനിങ്ങിനൊടുവിലായിരുന്നു ഈ കൊലപാതകം. അന്ന് കേസിൽ അറസ്റ്റിലായ പ്രതിയായ ഗ്രീഷ്മ പശ്ചാത്താപം ലവലേശമില്ലാതെയാണ് പോലീസുകാർക്കൊപ്പം തെളിവെടുപ്പിന് നടന്നത്. ഇന്ന് ശിക്ഷാവിധിയിൽ കോടതിയിൽ വാദം നടന്നപ്പോഴും തമാശ ലെവൽ വിട്ട് തന്റെ പ്രായത്തെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. ഇനിയും ഗ്രീഷ്മയ്ക്ക് പഠിക്കണമത്രേ. ശിക്ഷാവിധിയിൽ അന്തിമവാദം വേണമെന്ന ആവശ്യവുമായാണ് കോടതിയിലെത്തിയത്. എഴുതി തയ്യാറാക്കിയ വാദങ്ങളാണ് ഗ്രീഷ്മ കോടതിയിൽ നൽകിയത്. ശിക്ഷയിൽ പരമാവധി ഇളവ് വേണമെന്ന ആവശ്യം. കേസിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് തനിക്ക് 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് ഗ്രീഷ്മയുടെ ആവശ്യം. ഇത്തരം മാനസിക വൈകൃതമുള്ള ഒരു പെൺകുട്ടിയെ എങ്ങനെ സമൂഹത്തിലേക്ക് തുറന്നുവിടും? തനിക്ക് തുടർന്ന് പഠിക്കണം എന്നതാണ് സ്വപ്നം. അപ്പോ പ്രതി ഇല്ലായ്മ ചെയ്ത ഷാരോൺ എന്ന ചെറുപ്പക്കാരന് സ്വപ്നങ്ങൾ ഇല്ലായിരുന്നുവോ? ഷാരോണിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വാദങ്ങളാണ് പ്രതിഭാഗം കോടതിയിൽ നിരത്തിയത്. അതൊക്കെ കേരളവും സമൂഹവും നീതിപീഠവും തള്ളുക തന്നെ ചെയ്തു. കൊലപാതകത്തിനായി, അതായത് ഷാരോണിനെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ മാർഗം തിരഞ്ഞത് മാസങ്ങൾ നീണ്ട പദ്ധതിക്കൊടുവിലാണ്. അങ്ങനെ പഠിപ്പിൽ മിടുക്കിയായ വിദ്യാസമ്പന്നയായ പെൺകുട്ടി ആർക്കും സംശയിക്കാത്ത വിധത്തിൽ ആ വകവരുത്തൽ പ്ലാനിങ് അങ്ങ് പൂർത്തിയാക്കി. സംഭവത്തിൽ ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിച്ചപ്പോൾ ഷാരോൺ പിന്തുടരുകയായിരുന്നുവെന്നും സ്വകാര്യ നിമിഷങ്ങൾ ഉൾപ്പെടെയുള്ളവ പകർത്തിയെന്നുമൊക്കെയാണ് ഗ്രീഷ്മയുടെ വാദം. എന്തൊക്കെ വാദമുഖങ്ങൾ നിരത്തിയാലും ഗ്രീഷ്മയുടെ മനസ്സ് ഒരു ചെകുത്താൻ്റേത് തന്നെയാണ്. അതുകൊണ്ടാണ് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റമാണ് പ്രതിയിൽ ചുമത്തിയിരിക്കുന്നത്. സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. കുറ്റകൃത്യത്തിനു ശേഷം പ്രതിക്ക് യാതൊരുവിധ പശ്ചാത്താപവും ഉണ്ടായിട്ടില്ല. പാറശാല ഷാരോൺ വധക്കേസിൽ വാദം പൂർത്തിയായി. ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വാദം പൂർത്തിയായത്. ഗ്രീഷ്മയും മൂന്നാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു.